നമസ്കാരം. പശ്ചിമേഷ്യയിലെ പതിറ്റാണ്ടുകൾ നീണ്ട അമേരിക്കൻ സൈനിക ആധിപത്യത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് റഷ്യയും ഇറാനും തമ്മിലുള്ള പ്രതിരോധ സഹകരണം പുതിയ തലങ്ങളിലേക്ക് നീങ്ങുന്നതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളുടെയും അത്യാധുനിക റഡാർ സംവിധാനങ്ങളുടെയും സുരക്ഷയെ സംബന്ധിച്ച് പെന്റഗണിൽ വലിയ ആശങ്കകൾ ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ്. റഷ്യയുടെ പക്കലുള്ള അതീവ രഹസ്യമായ സൈനിക വിവരങ്ങളും ഇന്റലിജൻസ് റിപ്പോർട്ടുകളും ഇറാനിലേക്ക് ഒഴുകുന്നതോടെ അമേരിക്കൻ സൈനിക നീക്കങ്ങളെല്ലാം ഇറാന്റെ നിരീക്ഷണ പരിധിയിലായിരിക്കുകയാണ്. കേവലം പ്രാദേശികമായ ഒരു സഖ്യമെന്നതിലുപരിയായി ആഗോളതലത്തിൽ അമേരിക്കയുടെ സ്വാധീനം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള വ്ളാഡിമിർ പുടിൻ്റെ തന്ത്രപരമായിട്ടുള്ള നീക്കമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ കരുത്തിലാണ് റഷ്യ ഈ സൈനിക നീക്കത്തിൽ ഇറാനെ സഹായിക്കുന്നത്. റഷ്യയുടെ പക്കലുള്ള നിരവധി സൈനിക ഉപഗ്രഹങ്ങൾ വഴി അമേരിക്കൻ പടക്കപ്പലുകളുടെയും വിമാനവാഹിനികളുടെയും ഓരോ നിമിഷത്തെയും ചലനങ്ങൾ നിരീക്ഷിക്കുകയും ആ വിവരങ്ങൾ മിന്നൽ വേഗത്തിൽ ഇറാന്റെ മിസൈൽ യൂണിറ്റുകളിലേക്ക് കൈമാറുകയും ചെയ്യുന്നു. മുൻകാലങ്ങളിൽ അമേരിക്കൻ നാവികസേനയുടെ കൃത്യമായ സ്ഥാനം കണ്ടെത്താൻ ഇറാൻ പ്രയാസപ്പെട്ടിരുന്നുവെങ്കിലും ഇന്ന് റഷ്യയുടെ സഹായത്തോടെ USS ജെറാൾഡ് ആർ ഫോർഡ് പോലെയുള്ള ഭീമൻ കപ്പലുകൾ എവിടെയാണെന്ന് കണ്ടെത്താൻ അവർക്ക് നിഷ്പ്രയാസം സാധിക്കും. അമേരിക്കയുടെ സകല സൈനിക പ്രതിരോധ കവചങ്ങളെയും നിഷ്പ്രഭമാക്കാൻ പാകത്തിലുള്ള വിവരങ്ങളാണ് മോസ്കോ ഇപ്പോൾ ടെഹ്റാനിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം അമേരിക്കൻ സൈന്യത്തിൻ്റെ ആശയവിനിമയ സംവിധാനങ്ങൾ ചോർത്താനും അവരുടെ നീക്കങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാനും ആവശ്യമായ സാങ്കേതിക വിദ്യ അത് റഷ്യ ഇറാന് പകർന്നു നൽകിയിട്ടുണ്ട്. ഇലക്ട്രോണിക് വാർഫെയർ, അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് ജാമിംഗ് തുടങ്ങിയ നൂതന വിദ്യകൾ ഉപയോഗിച്ച് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളെ കണ്ണുപൊട്ടിക്കാൻ ഇറാന് സാധിക്കുന്നു. കുവൈറ്റ് പോലെയുള്ള ഇടങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളിൽ അമേരിക്കൻ സൈനികർക്ക് ജീവഹാനി സംഭവിച്ചത് ഇത്തരത്തിലുള്ള ഇന്റലിജൻസ് സഹകരണത്തിൻ്റെയൊക്കെ തന്നെ ഫലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അമേരിക്കയുടെ സൈനിക രഹസ്യങ്ങൾ ഇനി ഒളിച്ചു വയ്ക്കാൻ കഴിയില്ലെന്ന അവസ്ഥയാണ് നിലവിലിപ്പോൾ പശ്ചിമേഷ്യയിലുള്ളത്. റഷ്യയുടെ ഈ അതിശക്തമായിട്ടുള്ള നിലപാടിന് പിന്നിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയ കാരണമുണ്ട്. ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക ഉക്രൈന് നൽകിക്കൊണ്ടിരിക്കുന്ന വൻതോതിലുള്ള ആയുധ സഹായങ്ങൾക്കും നയതന്ത്ര പിന്തുണയ്ക്കും പകരമായി ഒരു മധുര പ്രതികാരം വീട്ടുകയാണ് പുടിൻ ഇവിടെ ചെയ്യുന്നത്. റഷ്യയുടെ അതിർത്തികളിൽ അമേരിക്കൻ ആയുധങ്ങൾ എത്തിക്കുമ്പോൾ അമേരിക്കയുടെ ശത്രുക്കൾക്ക് ലോകോത്തരമായിട്ടുള്ള സൈനിക രഹസ്യങ്ങളൊക്കെ തന്നെ നൽകി അവരെ ശക്തരാക്കുക എന്ന നയമാണ് മോസ്കോ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. തങ്ങളുടെ ആധിപത്യത്തിന് ഭീഷണി ഉയർത്തുന്നവർക്ക് അവരുടെ തന്നെ ശത്രുക്കളെ ഉപയോഗിച്ച് തിരിച്ചടി നൽകുക എന്ന പുടിൻ്റെ ചാണക്യ തന്ത്രം അമേരിക്കയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഈ നീക്കം അത് അമേരിക്കയുടെ ആഗോള സൈനിക മേധാവിത്വത്തെ തകിടം മറിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. നേരത്തെ ചൈനയിൽ നിന്ന് ഇറാന് ചില സഹായങ്ങളൊക്കെ ലഭിച്ചിരുന്നുവെങ്കിലും റഷ്യയുടെ നേരിട്ടുള്ള ഇടപെടൽ യുദ്ധതന്ത്രങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ അഭിമാനമായിരുന്ന വിമാനവാഹിനി കപ്പലുകൾക്ക് പോലും ഇപ്പോൾ സുരക്ഷിതമല്ലാത്ത അവസ്ഥയാണുള്ളത്. ഇറാൻ്റെ മിസൈലുകൾക്കും ഡ്രോണുകൾക്കും അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുന്നത് റഷ്യ ഒരുക്കി നൽകുന്ന ഡിജിറ്റൽ പാതയിലൂടെയാണ്. ഇതോടെ വൈറ്റ് ഹൗസും പെന്റഗണും ഒരുപോലെ സ്തംഭിച്ചിരിക്കുകയാണ്. കാരണം തങ്ങളുടെ അതീവ രഹസ്യങ്ങൾ പോലും ശത്രുക്കളുടെ പക്കലുണ്ടെന്ന തിരിച്ചറിവ് അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. ചുരുക്കത്തിൽ റഷ്യയുടെ സൈനിക ബുദ്ധിയും ഇറാന്റെ ആയുധശേഷിയും ഒന്നിക്കുന്നത് പശ്ചിമേഷ്യയിൽ പുതിയൊരു ശക്തികേന്ദ്രം രൂപപ്പെടുന്നതിന് കാരണമായിട്ടുണ്ട്. വൻ ശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിനേക്കാൾ അപകടകരമായിട്ടുള്ള ഒരു നിഴൽ യുദ്ധത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ അവിടെ നീങ്ങുന്നത്. സാങ്കേതികമായും സാമ്പത്തികമായും തങ്ങളെക്കാൾ പിന്നിലാണെന്ന് അമേരിക്ക കരുതിയിരുന്ന രാജ്യങ്ങൾ റഷ്യയുടെ സഹായത്തോടു കൂടി അവരെ മുട്ടുകുത്തിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകം കാണുന്നത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ കൂട്ടുകെട്ട് കൂടുതൽ ശക്തമാകാനാണ് കൂടുതലും സാധ്യത. ബഹിരാകാശത്തെ ഉപഗ്രഹങ്ങൾ മുതൽ ഭൂമിയിലെ മിസൈലുകൾ വരെ നീളുന്ന ഈ യുദ്ധതന്ത്രത്തിൽ അമേരിക്കയ്ക്ക് എത്ര കാലം പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും എന്നത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ്.